ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒരു പാർട്ട് നമ്മൾ പഠിച്ചു, സ്പ്ലിറ്റ് ഇൻറ്റു ഹൺഡ്രഡ്സ് വരെ ഉള്ളത്. പിന്നെ നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം. എ മിസ്റ്റേക്ക് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിൻഹയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. മിൻഹയുടെ ഫാദറിന് ഒരു പെൻസിൽ ബിസിനസ്സാണ്. അപ്പോൾ ഒരു പെൻസിൽ പലയിടത്തും കൊണ്ട് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് വരാം. എ മിസ്റ്റേക്ക്. Minha was asked to pack 870 pencils for the school in packets of 110. അപ്പോൾ മിൻഹയോട് എത്ര പെൻസിൽ പാക്ക് ചെയ്യാനാണ് പറഞ്ഞത്? 870 പെൻസിൽസ്. സ്കൂളിലേക്ക് 870 പെൻസിൽസ് പാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പം അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? 100ൻ്റെയും 10ൻ്റെയും, അത് 100 പെൻസിൽ വരുന്ന പാക്കറ്റും 10 പെൻസിൽ വരുന്ന 10 പെൻസിൽസ് വരുന്ന പാക്കറ്റുമായിട്ടാണ് മിൻഹയോടത് പാക്ക് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്? ഷീ ഫിൽഡ് 7 പാക്കറ്റ്സ് ഓഫ് 100 ആൻഡ് 8 പാക്കറ്റ്സ് ഓഫ് 10. മിൻഹ പക്ഷെ പാക്ക് ചെയ്തപ്പം 100ൻ്റെ 7 പാക്കറ്റ്സും 10ൻ്റെ 8 പാക്കറ്റ്സുമായിട്ടാണ് പാക്ക് ചെയ്തത്. ഹൗ മെനി ഡിഡ് ഷീ പാക്ക് ഇൻ ഓൾ? ഹൗ മെനി മോർ ആർ ടു ബി പാക്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മിൻഹ മുഴുവനും എത്ര പാക്ക് ചെയ്തു, അപ്പോൾ ഇനി എത്ര കൂടെ മിൻഹയ്ക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട് പാക്ക് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം മിൻഹ എത്ര പെൻസിലാണ് പാക്ക് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 7 പാക്കറ്റ്സ് ഓഫ് 100, അതായത് 100ൻ്റെ 7 പാക്കറ്റ്സ്. ഫസ്റ്റ് 100, ഇപ്പോൾ 1 പാക്കറ്റായി, 2, 3, 4, 5, 6, 7. ഇപ്പോൾ എത്ര പാക്കറ്റ്സ് വന്നു? മുഴുവനും 7 പാക്കറ്റ്സ്. 100ൻ്റെ 7 പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണമായി? ആദ്യം ഒരു 100 അല്ലേ? 1, 2, 3, 4, 5, 6, 7. 700 വരും അല്ലേ? 700. അപ്പം 700 പ്ലസ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 8 പാക്കറ്റ്സ് ഓഫ് 10. 10ൻ്റെ 8 പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതോടെ എഴുതാം. ആദ്യം 10ൻ്റെ ഒരു പാക്കറ്റായി, ഇപ്പോൾ 2 അല്ലേ? 2, 3, 4, 5, 6, 7, 8 പാക്കറ്റ്സായി. ഇപ്പോൾ ഇത് എത്ര പെൻസിലുണ്ട്? ഇപ്പം ഇതൊരു 10 അല്ലേ? 1 10, 2 10s, 3, 4, 5, 6, 7, 8 10s. 8 10s എന്ന് പറഞ്ഞാൽ 80 ആണ് വരുന്നത്. അപ്പം എത്രയാണ്? 700, അതുകൂടാതെ 80 കൂടെ വന്നല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 700 പ്ലസ് 80. അപ്പോൾ മുഴുവൻ എത്ര പെൻസിൽ വന്നു? 780 പെൻസിൽസാണ് മിൻഹ പാക്ക് ചെയ്തത്. പക്ഷേ എത്ര പെൻസിലായിരുന്നു നമുക്ക് വേണ്ടിയത്? 870 പെൻസിൽസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നമുക്കിത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ അതിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് പെൻസിൽസ് നീഡഡ്. എത്ര പെൻസിലായിരുന്നു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്? 870 പെൻസിൽ അല്ലേ? നമ്പർ ഓഫ് പെൻസിൽസ് പാക്ഡ്. എത്ര പെൻസിലാണ് പാക്ക് ചെയ്തത്? എത്രയാണ്? നമ്മൾ പറഞ്ഞു 700 പ്ലസ് 80, 780 പെൻസിൽ. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മോർ ആർ ദെയർ ടു ബി പാക്ഡ്. ഇനി എത്ര എണ്ണം കൂടി പാക്ക് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്, നമുക്ക് എത്ര പെൻസിൽ ആവശ്യമുണ്ട് എന്നുള്ളതും തന്നിട്ടുണ്ട്, എത്ര എണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ കാണും, വ്യത്യാസം കാണും. എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ. നമുക്ക് ആവശ്യമുള്ള പെൻസിൽ 870, അതിൽ നിന്നും നമ്മൾ എത്രയാണ് പാക്ക് ചെയ്തത്? 780. അതിനെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി എത്ര എണ്ണം കൂടി വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്ന് സബ്ട്രാക്റ്റ് ചെയ്യാം. 870 ആണ് നമുക്ക് ആവശ്യമുള്ള പെൻസിൽ. അപ്പോൾ 870യിൽ നിന്നും 780 നമ്മൾ കുറയ്ക്കുന്നു. 0ൽ നിന്ന് 0 പോയാൽ 0 തന്നെ. 7ൽ നിന്ന് 8 പോകില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നെടുത്തു, ഇവിടെ 17 ആക്കി, ഇവിടെ 7 തന്നെ. അപ്പം 17ൽ നിന്ന് 8 പോയാൽ എത്ര വരും? 8 പ്ലസ് 2 10. 10 പ്ലസ് 7 അല്ലേ? അപ്പോൾ 2 പ്ലസ് 7 9 വരും. 9 വരും. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എത്രയാണ് ആൻസർ വന്നത്? 19. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ അത് എഴുതാം.
870 അല്ലേ, 870 മൈനസ് 780 എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 90. അത് നമ്മൾ എഴുതി. അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. നമ്മളിവിടെ ആൻസറിൽ എഴുതി. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെൻഷൻ. ആർക്കാണ് പെൻഷൻ കിട്ടിയത്? ഇവിടെ മിൻഹയുടെ ഗ്രാൻഡ് മദറിന് പെൻഷൻ കിട്ടി. അപ്പോൾ ഇവിടെ എന്താ ഗ്രാൻഡ് മദർ പറയുന്നത്? 200 rupees ടു ദ മിൽക്ക് മാൻ, 500 rupees ടു ദ ഗ്രോസറി, 100 rupees ടു മിൻഹ. ഹൗ മച്ച് ഇൻ ഓൾ? അപ്പം നമ്മുടെ മുത്തശ്ശിക്ക് കിട്ടിയ ആ പെൻഷൻ തുകയിൽ 200 rupees ആർക്ക് കൊടുത്തു? മിൽക്ക് മാന് കൊടുത്തു. ഓക്കെ, 500 rupees ഗ്രോസറിക്ക് കൊടുത്തു, 100 rupees മിൻഹയ്ക്കും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിക്ക് മുഴുവനും എത്ര രൂപയാണ് പെൻഷൻ കിട്ടിയതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി നോക്കണം അല്ലേ? അപ്പോഴാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 200 ആണ് മിൽക്ക് മാന് കൊടുത്തത്, അതുപോലെ 500 ആണ് ഗ്രോസറിക്ക് കൊടുത്തത്, 100 മിൻഹയ്ക്കും കൊടുക്കുന്നു. അപ്പോൾ മുഴുവനും എത്ര രൂപ വരും? ഇത് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ആഡ് ചെയ്യുന്നു. 0 0 2 + 5 എത്ര വരും? 7 + 1 8. അപ്പോൾ എത്രയാണ് വന്നത്? 800 rupees ആണ് ഗ്രാൻഡ് മദറിന് മുഴുവനും പെൻഷൻ കിട്ടിയത്. അത് നമുക്കിവിടെ ആൻസറിൽ എഴുതാം. അപ്പോൾ അത് നമ്മൾ ആൻസറായിട്ട് എഴുതി. ഇനി അടുത്ത എന്താണ് മിൻഹ പറയുന്നത്? ഐ വിൽ ഡെപ്പോസിറ്റ് ദ 100 rupees ഗ്രാൻഡ്മ ഗേവ് മീ ഇൻ മൈ പിഗ്ഗി ബാങ്ക്. അപ്പം എനിക്ക് ഗ്രാൻഡ് മദർ തന്ന 100 രൂപ ഞാൻ എൻ്റെ പിഗ്ഗി ബാങ്കിൽ സേവ് ചെയ്യുമെന്ന് മിൻഹ പറയാണ്. അപ്പോൾ മിൻഹയുടെ അച്ഛൻ എന്താ പറയുന്നത്? ഐ വിൽ ഗീവ് യു 1 rupee ഈച്ച് ഡേ. ഞാൻ നിനക്ക് ഓരോ ദിവസവും 1 രൂപ വെച്ച് തരാമെന്ന് മിൻഹയുടെ ഫാദർ പറഞ്ഞു. അപ്പോൾ ഇവിടെ മിൻഹ അവൾക്ക് കിട്ടിയ പൈസ എല്ലാം ഒരു കാർഡിൽ ഇങ്ങനെ എഴുതി, മണി ബോക്സിൽ എത്ര രൂപ വെച്ച് അവൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നമ്മളോടൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ മിൻഹയ്ക്ക് 100 rupees ആണ് ഉള്ളത്. അപ്പം അന്നത്തെ ദിവസം മുഴുവനും 100 rupees അത് എമൗണ്ട് കോളത്തിൽ എഴുതി. സെക്കൻഡ് ഡേയിൽ നേരത്തെ ഉണ്ടായിരുന്ന 100 rupeesൻ്റെ കൂടെ എത്ര രൂപയും കൂടെ കിട്ടി? അച്ഛൻ കൊടുത്ത 1 രൂപയും കൂടി കിട്ടി. അപ്പോൾ ഒന്ന് ഓർത്തേ, ഇവിടെ ഫസ്റ്റ് ഡേയിൽ ഒന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് ഡേയിൽ വന്നപ്പോഴത്തേനും എത്ര രൂപ കിട്ടി? 1 രൂപയാണ് മിൻഹയ്ക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് എഴുതാം. അപ്പം 100 + എത്ര വരും? 101. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളോട് ഇനി ചോദിച്ചിരിക്കുന്നത് 5th ഡേയിൽ എത്ര രൂപ കിട്ടുമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് 3rd ഡേയിൽ എത്ര രൂപയായിരിക്കും കിട്ടുന്നതെന്ന് നോക്കാം. അപ്പം സെക്കൻഡ് ഡേയിൽ 101 ഉണ്ടല്ലേ? അപ്പോൾ ഈ 101ൻ്റെ കൂടെ 1 രൂപയും കൂടി കിട്ടുമ്പോഴാണ് 3rd ഡേയിലെ എമൗണ്ട് വരുന്നത്. അപ്പോൾ എത്ര വരും? 102 വരും. ഇനി 4th ഡേയിൽ വരുമ്പോഴോ 102ൻ്റെ കൂടെ വീണ്ടും 1 രൂപയും കൂടി കിട്ടും. അപ്പോൾ എത്ര വരും? 103 വരും അല്ലേ? അപ്പോൾ 103 ആണ് 4th ഡേയിലെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 4th ഡേയിൽ എത്രയാണ് വരുന്നത്? 103 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിക്കേ. 3rd ഡേയിൽ നമ്മൾ പറഞ്ഞു 102 ആണ് ഉള്ളത്, സെക്കൻഡ് ഡേയിൽ 101 ആണ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെ, നമ്മുടെ ഈ ദിവസത്തിൽ നിന്നും 1 കുറവാണ് കിട്ടുന്ന എമൗണ്ട് അല്ലേ? ഇപ്പോൾ 4 ആണെങ്കിൽ ഇവിടെ എമൗണ്ടിൻ്റെ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 3 ആണ് വന്നത്. അതുപോലെ ഇവിടെ 3rd ഡേയിൽ ഇവിടെ 2 ആണ്, 102 ആണ് വന്നത്. സെക്കൻഡ് ഡേയിൽ എത്രയാണ് വന്നത്? 101. അപ്പോൾ ഈ ദിവസത്തിൽ നിന്നും 1 കുറവാണ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 5th ഡേയിൽ ഇനി എത്രയായിരിക്കും വരുന്നത്? 5ൻ്റെ പുറകിലോട്ടുള്ള നമ്പർ ഏതാണ്? തൊട്ട് ബാക്കിലുള്ള നമ്പർ 4 ആണല്ലേ? അപ്പോൾ ഈ 100ൻ്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യും? 4 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 5th ഡേയിലെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. 100 + 4 104. ഇനി 6th ഡേയിലോ ഈ 104ൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒന്നും കൂടി ആഡ് ചെയ്യുന്നത് അല്ലേ? 104ൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുമ്പം എത്ര വരും? 105
5. അതാണ് 6th ഡേയിലെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി 8th ഡേയിലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 8 നമ്മൾ നേരത്തെ പറഞ്ഞു, 8ന് തൊട്ട് പുറകിലുള്ള നമ്പർ ഏതാണ് വരുന്നത്? 7 ആണല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ 100ൻ്റെ കൂടെ എത്ര കൂട്ടണം? 7 കൂട്ടുമ്പോൾ ഉള്ള എമൗണ്ട് ആണ് 8th ഡേയിലെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 100 + 7 എത്ര വരും? 107. അപ്പോൾ അതായത് എല്ലാം ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. 5th ഡേയിൽ നമ്മൾ പറഞ്ഞു 100 + 4 104. 6th ഡേയിൽ 104ൻ്റെ കൂടെ, കാരണം 5th ഡേ കഴിഞ്ഞ് അടുത്ത 6th ഡേ, അപ്പം മുമ്പുണ്ടായിരുന്ന 104ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 105. ഇനി 8th ഡേയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 8th ഡേ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 8ന് തൊട്ട് മുമ്പുള്ള നമ്പർ 7. അപ്പോൾ 100ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 107. ഇനി 9th ഡേയിൽ വരുമ്പം 8th ഡേ, 8 കഴിഞ്ഞ് അടുത്താണല്ലോ 9. അപ്പം 107ൻ്റെ കൂടെ നമുക്ക് 1 കൂട്ടി 108 വന്നു. 10th ഡേയിൽ 108ൻ്റെ കൂടെ വീണ്ടും ഒന്നുകൂടെ കൂട്ടി 109. 11th ഡേയിൽ 109ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി 110 വന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഓൺ ദി 21st ഡേ, 21ാമത്തെ ദിവസം എത്ര രൂപയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ കണ്ടുപിടിക്കാൻ. 21ന് തൊട്ട് പുറകിലുള്ള നമ്പർ ഏതാണ്? 20 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം മുത്തശ്ശി തന്ന രൂപ എത്രയാണ്? 100. അപ്പോൾ ഈ 100ൻ്റെ കൂടെ എത്ര കൂട്ടണം നമ്മൾ? ഈ 20 നമ്മൾ കൂട്ടുക. 100 + 20 എത്ര വരും? 120 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ 21st ഡേയിൽ എത്ര എമൗണ്ട് വരും? 120. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഓൺ ദി 54th ഡേ. 54th ഡേ 54ാമത്തെ ദിവസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 54ന് 54ന് തൊട്ട് പുറകിലുള്ള നമ്പർ എത്രയാണ്? 53. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും 100ൻ്റെ കൂടെ 53 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 351. 153 ആണ് 54th ഡേയിൽ ഉണ്ടാവുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹെൽത്ത് സർവേ. എ ഹെൽത്ത് സർവേ ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. ദേ വിസിറ്റ് ഹൗസസ് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ നമ്പേഴ്സ്. ഇപ്പോൾ ഒരു ഹെൽത്ത് സർവേ നടത്താൻ പോവുകയാണ്. അപ്പോൾ അവർ ഇവിടെ വീടുകളുടെ നമ്പർ അനുസരിച്ചാണ് ഓരോ വീടുകളും പോയി വിസിറ്റ് ചെയ്യുന്നത്. ദേ റീച്ച് മിൻഹാസ് ഹോം ആൻഡ് ദി ഹൗസ് നമ്പർ ഈസ് 296. അവർ മിൻഹയുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടുത്തെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 296 ആണ്. ഇതാണ് മിൻഹയുടെ വീട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇതാണ് മിൻഹയുടെ വീട്. 296 ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഹൗസസ് ദേ ആർ ഗോയിങ് ടു വിസിറ്റ് നെക്സ്റ്റ് ഇൻ ദി കറക്റ്റ് ഓർഡർ. യു ക്യാൻ ഓൾസോ കളർ ദ ഹൗസസ്. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇവിടെ ഓരോ വീടും അതിൻ്റെ നമ്പേഴ്സ് കറക്റ്റായിട്ട് എഴുതണം. മാത്രമല്ല ഈ വീട് നമുക്ക് കളർ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 295 ആണ്. അത് കഴിഞ്ഞ് മിൻഹയുടെ വീട് 296. ഇനി അടുത്ത വീട് വരുമ്പം എത്ര ആയിരിക്കും നമ്പർ വരുന്നത്? 296ൻ്റെ കൂടെ ഒന്നും കൂടി കൂടും അല്ലേ? അപ്പോൾ എത്ര വരും? 96ൻ്റെ കൂടെ ഒന്നും കൂടി കൂടുമ്പം 6ൻ്റെ കൂടെ ഒരെണ്ണം കൂടി ആഡ് ചെയ്യും. അപ്പോൾ എത്രയാണ്? 7. അപ്പോൾ എങ്ങനെ എഴുതും? 297 ആണ് നെക്സ്റ്റ് വീടെന്ന് പറയുന്നത് ഇത്. ഇനി അടുത്ത വീടോ? 297ൻ്റെ കൂടെ വീണ്ടും ഒന്നും കൂടി കൂടുമ്പോൾ 298 വരും. അപ്പോൾ ഇതാണ് 298. ഇനി അടുത്തത് വരുമ്പോഴോ 298ൻ്റെ കൂടി ഒന്നും കൂടി കൂടും അല്ലേ? അപ്പോൾ എത്ര വരും? 299. അപ്പോൾ ഇതാ ഇവിടെ എഴുതി 298 പിന്നെ 99. ഇനി അടുത്തത് 299 നമ്മൾ വന്നു. ഇനി അടുത്ത നമ്പർ ഏതാണ്? 299ൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 299 കൊണ്ട് ഈ ഒരു 100 അത് അത്രയും തീരുകയാണല്ലേ? അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും വരുന്നത്? 9 + 1 10. വീണ്ടും 9 + 1 10 തന്നെ വന്നു. 2 + 1 3. 300. അപ്പോൾ അടുത്ത 100ലേക്ക് നമ്മൾ പോയി. എത്രയാണ് വരുന്നത്? 300. അപ്പോൾ നമ്മൾ അത് എഴുതി 300. അടുത്ത 301, 302, 303, 304, 305, 306, 307, 308, 309, 310.
10 കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കൂട്ടി 311 കണ്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹൗസ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നമ്പേഴ്സ് എല്ലാം എഴുതി. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിൽ പ്രൈസ് ഓഫ് പെൻസിൽസ്. Anay bought a box of pencils from the factory where Minha's father's shop. The price was 300. അപ്പം അനൈ എന്ന് പറയുന്ന ഒരു കുട്ടി എന്ത് ചെയ്തു? മിൻഹയുടെ ഫാദറിൻ്റെ ഷോപ്പിൽ നിന്ന് പെൻസിൽ വയ്ക്കുന്ന ഒരു കട. അപ്പം ആ ഫാക്ടറിയിൽ നിന്ന് എന്ത് ചെയ്തു? പെൻസിൽ മേടിച്ചു, ബോക്സ് ഓഫ് പെൻസിൽസ് മേടിച്ചു. അതിൻ്റെ വില എത്ര ആയിരുന്നു? 300 rupees ആയിരുന്നു അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. In what denominations would he have given the following notes and coins? അപ്പം എത്ര രൂപയായി മേടിച്ചത്? 300 rupeesലാണ്, മൊത്തം 300 രൂപയായി. അപ്പോൾ ഇവിടെ കുറച്ച് നോട്ട്സും കോയിൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിനോമിനേഷനിലായിരിക്കും ഈ 300 rupees അവൻ പേ ചെയ്തിട്ടുണ്ടാവുക? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? 300 rupees ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 300. ഓക്കെ, അപ്പോൾ 300 ആണ് നമ്മുടെ മൊത്തം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? 300s എന്ന് പറയുമ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 3 hundreds ഉണ്ടല്ലേ. അപ്പോൾ 100ൻ്റെ വേണമെങ്കിൽ എത്ര നോട്ട് എടുക്കാം? 3 നോട്ട്സ്, 300 rupee നോട്ട്സ്. അപ്പോൾ എത്ര രൂപയാവും? 300 rupees ആവും അല്ലേ. അപ്പോൾ 100ൻ്റെ 3 നോട്ട്സ് നമുക്കിവിടെ എഴുതാം. നമ്മളിതാ ഇവിടെ എഴുതി 100 rupee നോട്ട്സ് 3 എണ്ണം എടുത്തു. അപ്പോൾ എത്രയായി? 3 × 100 അല്ലെങ്കിൽ 100ൻ്റെ 3 നോട്ട്സ് 300. അത് നമുക്ക് അങ്ങനെ പേ ചെയ്യാം. അല്ലെങ്കിൽ 200 rupee നോട്ട്സ് 200 രൂപയുടെ എത്ര നോട്ട് എടുത്തു? ഒരു നോട്ട്. അപ്പോൾ എത്രയാണ്? 200 വരും അല്ലേ. ഇനി 100 rupeeയുടെ ഒരു നോട്ടും. അപ്പോൾ എത്രയാണ്? 100. അപ്പോൾ 200 + 100, 100 എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പേ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പേ ചെയ്യാം? ഇപ്പോൾ നമുക്ക് 200 rupeesൻ്റെ ഈ ഒരു നോട്ട്, 200ൻ്റെ ഒരു നോട്ടും ഇതിൻ്റെ ഒരു നോട്ടും ഈ 50ൻ്റെ 2 നോട്ടും എടുത്തു കഴിഞ്ഞാൽ 50 + 50 എന്ന് പറയുന്നത് 100 ആണല്ലേ. അപ്പോൾ 200 + 100 300 വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യാം. വേറെ ഏത് രീതിയിൽ പേ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ 20 rupeesൻ്റെ 20 രൂപയാണെന്ന് വെച്ചോ. ഈ 20 രൂപയുടെ ഒരു 10 നോട്ട്സ് ഉണ്ടെങ്കിൽ എത്രയാവും? 20 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 200 വരും അല്ലേ. അപ്പോൾ 200 വരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 100ൻ്റെ ഒരു നോട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇനി 100ൻ്റെ ഒരു നോട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ 200ൻ്റെ കൂടെ ഈ 10 രൂപയുടെ 10 rupeesൻ്റെ ഒരു 10 നോട്ട്സ് നമുക്ക് എടുക്കാം. അപ്പോൾ എത്ര വരും? 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണല്ലേ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് 200 + 100 300 ആക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനൊക്കെ ചെയ്ത് നോക്കാം. ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് ഇവിടെ എഴുതാനായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിക്കേ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദ പിക്ചർ ഈസ് ടേക്കൺ ടുഗെദർ ഹൗ മച്ച് റുപ്പീസ് വുഡ് ഇറ്റ് ബി? അതായത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള എല്ലാ നോട്ടും കോയിനും കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ എത്ര രൂപയായിരിക്കും വരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപയാണ് വരുന്നതെന്ന്. അപ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം വലിയ എമൗണ്ടുകളൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ നോട്ടിൽ നിന്ന് ചെറിയ നോട്ട് വരെ ഈ ബോക്സിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്കിതൊന്ന് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോന്നും നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതി ആഡ് ചെയ്യാം. 500 200 100 50 20 10 5 2 1 ഇത്ര എഴുതി നമ്മളിത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ എല്ലാം 0 ആണ്. അത് കഴിയുമ്പോൾ 5 + 2 7 7 + 1 8 വരുന്നുണ്ട്. പിന്നെ എന്താ 0 ആണ് അടുത്തതിലേക്ക് പോകുമ്പം 5 + 2 7 7 + 1 8 വരുന്നുണ്ട്. 8 എഴുതി. വീണ്ടും 5 + 2 7 7 + 1 8 888 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ആൻസർ ഇവിടെ ഈ കോളത്തിൽ 888 എന്നുള്ളത് നമുക്ക് എഴുതാം. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ ദി അബാക്കസ്? അബാക്കസിൽ നമുക്കിത് വരയ്ക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ
വൺസും ടെൻസും 100ഉം കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് വൺസിൻ്റെ പ്ലേസ്, ഇത് ടെൻസ്, ഇത് 100. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ എത്ര ബീറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും? 8 ബീറ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ 8 ബീറ്റ്സ് വരയ്ക്കുക. 1 2 3 4 5 6 7 8 8 വരയ്ക്കുക. ടെൻസിൻ്റെ പ്ലേസിലും എത്ര തന്നെ വരും? 8 തന്നെ. 1 2 3 4 5 6 7 8 8 ബീറ്റ്സ് വരയ്ക്കുക. റൗണ്ടിൽ 100ൻ്റെ പ്ലേസിലും 8 എണ്ണം തന്നെ വരും. 1 2 3 4 5 6 7 8 8 എണ്ണം വരയ്ക്കുക. അപ്പോൾ മൂന്നിലും ഒരേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അബാക്കസിൽ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വരാം. ഇവിടെ നമുക്ക് അബാക്കസിൽ കുറച്ച് ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ്, ഏത് നമ്പർ ആണെന്നുള്ളത് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? വാട്ട്സ് എ നമ്പർ ഷോൺ ഇൻ ദി അബാക്കസ്. അബാക്കസിൽ ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ എളുപ്പമാണല്ലോ എഴുതാനായിട്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 100ൻ്റെ പ്ലേസിൽ 2 എണ്ണമാണല്ലോ അല്ലേ ഉള്ളത്. 2 ബീറ്റ്സ് ഉണ്ട്. ടെൻസിൻ്റെ പ്ലേസിൽ എത്ര എണ്ണം ഉണ്ട്? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 5 6 ബീറ്റ്സ് ഉണ്ട്. നമ്മൾ 6 എഴുതി. വൺസിൻ്റെ പ്ലേസിൽ 3 ഉണ്ട്, അതെഴുതി. ഇനി 263 ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത നോക്കിക്കേ. വാട്ട്സ് എ നമ്പർ? അവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 100ൻ്റെ പ്ലേസിൽ 3 ഉണ്ട്. 10ൻ്റെ പ്ലേസിൽ ഒന്നുമില്ല. നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. 1ൻ്റെ പ്ലേസിൽ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 301 ആണ് നമുക്ക് ആൻസർ വന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ബീറ്റ്സ് ടു മേക്ക് 764 ഇൻ ദിസ് പിക്ചർ. അവിടെ നമുക്ക് 764 ആക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ 764 ആക്കാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യുക? ബീറ്റ്സ് വരച്ചു കൊടുക്കുക. 100ൻ്റെ പ്ലേസിൽ നമുക്ക് 7 ആണ് വരേണ്ടത്. ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 3 കഴിഞ്ഞ് അടുത്ത ഇനി വരച്ചു കൊടുക്കുക. 3 കഴിഞ്ഞ് 4 5 6 7 ബീറ്റ്സ് കൂടി റൗണ്ടിൽ വരച്ചു കൊടുക്കുക. അടുത്തത് 10ൻ്റെ പ്ലേസിൽ 6 ആണല്ലേ. അപ്പോൾ ഇവിടെ 6 ബീറ്റ്സ് വരയ്ക്കുക. 1 2 3 4 5 6 ബീറ്റ്സ് വരയ്ക്കുക. അത് കഴിഞ്ഞ് 1ൻ്റെ പ്ലേസിൽ 4 ആണ്. 1 അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ഒരു 3 എണ്ണം കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. 1 ഉണ്ട്, 2 3 4 4 എണ്ണം ആയി. അപ്പോൾ 764 എന്ന നമ്പർ നമുക്ക് കിട്ടി. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ബീറ്റ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ആക്കിയിട്ട്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ബീറ്റ്സ് വരച്ചൊരു നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പം ഏത് വരയ്ക്കാം? ഇപ്പം നമുക്കൊരു 423 എന്ന് നമുക്കിപ്പോൾ എഴുതാൻ പോകാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? 100ൻ്റെ പ്ലേസിൽ 4 ബീറ്റ്സ് അല്ലേ. 1 2 3 4 ബീറ്റ്സ് വരും. 10ൻ്റെ പ്ലേസിൽ 2 ബീറ്റ്സ് വരും. 1ൻ്റെ പ്ലേസിൽ 3 ബീറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ നമ്പർ എഴുതിയിട്ട് നമുക്കിവിടെ വൺസും ടെൻസും 100സും ഇട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം 100ൻ്റെ പ്ലേസിൽ എത്ര ബീറ്റ്സ് വരണം, 10ൻ്റെ പ്ലേസിൽ എത്ര വരണം, 1ൻ്റെ പ്ലേസിൽ എത്ര വരണം എന്നുള്ളത് നമുക്ക് എളുപ്പം അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം. അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബാങ്കിൽ അല്ലേ കണ്ടുണ്ടല്ലേ, ബാങ്കിൽ നമുക്ക് പൈസയൊക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ മിൻഹയുടെ ഫാദർ എഴുതിയൊരു ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വേർഡ്സിൽ മാത്രമേ നമ്പർ എഴുതി എത്ര എമൗണ്ട് എന്നുള്ളത് എഴുതിയിട്ടുള്ളൂ. അതായത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? THOUSAND 1000. എത്ര രൂപയാണ്? 1000 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? നമുക്കിവിടെ ഫിഗേഴ്സിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? 1000 എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെയല്ലേ. 1000 എന്ന് പറയുമ്പം ഒരു 100ൻ്റെ പ്ലേസ് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു പ്ലേസും കൂടി വരും. അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ അപ്പം വീണ്ടും ഒരു 1 നമ്മൾ എഴുതി, 0 കൊടുത്തു, 3 zeros നമ്മൾ കൊടുത്തു. 1000. ഓക്കെ, 1000 എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഫിഗേഴ്സിൽ നമ്പറിൽ നമുക്ക് 1000 എന്നൊന്ന് എഴുതാം.
ഓക്കെ, അപ്പം നമ്മളിതാ അവിടെ ഫിഗേഴ്സിൽ നമ്പറിൽ നമ്മൾ 1000 എന്ന് എഴുതി. അപ്പോൾ എപ്പോഴും ഓർക്കുക 10 എന്ന് പറയുമ്പോൾ എത്ര സീറോ ആണ്? ഒരു സീറോ ആണല്ലേ വരുന്നത്. 100 എന്ന് പറയുമ്പോൾ 2 സീറോ വരും അല്ലേ. 1000 എന്ന് പറയുമ്പം 3 സീറോ ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ. എന്താണ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? നോക്കിക്കേ, അവിടെ ചില നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വേർഡ്സിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്പർ എത്രയാണ്? 125 ആണല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100ൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണ്? HUNDRED 100. 20യുടെ സ്പെല്ലിങ് അറിയാം അല്ലേ? 25. അപ്പം നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിവിടെ എഴുതി ഫസ്റ്റ് 125 ആണ് അല്ലേ. 125 എഴുതി. അടുത്തത് 405 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 405. 400 കഴിഞ്ഞ് 401, 402, 403, 404, then 405. 405 ആണ് നമ്പർ വരുന്നത്. അടുത്തത് 890 ആണ് പറഞ്ഞിരിക്കുന്നത്. 890. അടുത്തത് 342 ആണ് പറഞ്ഞിരിക്കുന്നത്. 342. അടുത്തത് 617, അതായത് എത്രയാണ്? 617. ഓക്കെ, അടുത്തത് 550. FIFTY 50 ആണല്ലേ. അടുത്തത് 261. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ നമ്പേഴ്സ് നമ്മളിതാ ഇവിടെ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കുള്ളത്. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുകൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് സഹായിക്കും. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്